നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ലഹരി മാഫിയ നമ്മുടെ നാടിനെ കീഴടക്കി കഴിഞ്ഞു. നമ്മുടെ യുവത്വത്തിൻ്റെയും കൗമാരത്തിൻ്റെയും മനോഹര കാലഘട്ടങ്ങൾ ലഹരി കാർന്നു തിന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ വീണ്ടും കൊച്ചിയിൽ ലഹരി മാഫിയകൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. 2 ആഴ്ചക്കിടെ 30ഓളം ലഹരി കേസുകളാണ് നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ മുതിർന്നവരെ ലക്ഷ്യമിട്ട ലഹരി മാഫിയ ഇപ്പോൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ ജോലി തേടിയെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഭൂരിഭാഗം ലഹരി ഉപഭോക്താക്കളും വിൽപ്പനക്കാരും. കൊച്ചിയിലേക്ക് വൻതോതിലാണ് ലഹരി ഒഴുകുന്നത്. ബംഗളൂരു, തമിഴ്നാട്, മുംബൈ, പോണ്ടിച്ചേരി, ആസം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ലഹരി എത്തുന്നത്. കഞ്ചാവിന് പുറമെ പുതുതലമുറ ലഹരികളായ MDMA, ഹെറോയിൻ, ഹാഷിഷ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളും കൊച്ചിയിൽ വിപുലമായ തോതിൽ എത്തുന്നുണ്ട്. ട്രെയിൻ മാർഗവും ചെക്ക് പോസ്റ്റ് വഴിയുമൊക്കെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നത്. ഇതിനു പിന്നിൽ നേരത്തെ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നവർ ഉൾപ്പെടെയുള്ള വലിയ സംഘം തന്നെ പ്രവർത്തിച്ചു വരുന്നതായി പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വലിയ തോതിൽ കഞ്ചാവും എത്തുന്നുണ്ട്. 2024 ലഹരി വിരുദ്ധ ദിനമായിരുന്ന ജൂൺ 26 സന്ദേശമായിരുന്നു ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അതായത് തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. 1987 ഡിസംബർ 7 42/112 എന്ന പ്രമേയത്തിലൂടെ UN ജനറൽ അസംബ്ലിയാണ് എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് നൽകുന്ന വേദന സംഹാരികൾ, ചുമയ്ക്കുള്ള സിറപ്പ് തുടങ്ങിയ മരുന്നുകൾ ലഹരി ആവശ്യത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. 12 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണ് കൂടുതലും ഇംഗ്ലീഷ് മരുന്നുകൾ ലഹരിയായി ഉപയോഗിക്കുന്നത്. ചുമയ്ക്കുള്ള മരുന്നിലൂടെ ആരംഭിച്ച് പിന്നീട് വേദന സംഹാരികളിലേക്കും ഉറക്ക ഗുളികകളിലേക്കും എത്തുകയാണ്. കുറഞ്ഞ വില, പ്രഥമ ദൃഷ്ട്യാ രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ന് തോന്നിപ്പിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം, അനായാസ ലഭ്യത തുടങ്ങിയവയാണ് പലരും ഇംഗ്ലീഷ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കാൻ കാരണം. ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ശ്വാസകോശ അർബുദം, HIV, കരൾ വൃക്കാരോഗങ്ങൾ, ഓറൽ ക്യാൻസർ, രക്താർബുദം, ശരീരഭാരം കുറയുന്നത് തുടങ്ങിയവയെല്ലാം ലഹരി ഉപയോഗത്തിന്റെ പാർശ്വവശങ്ങളാണ്. കൂടാതെ വിഷാദം, പഠനത്തിൽ അല്ലെങ്കിൽ ഓർമ്മ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, അക്രമാസക്തമായ പെരുമാറ്റം, വ്യാമോഹങ്ങൾ, ഭ്രമാത്മകത, ആശയക്കുഴപ്പം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയവർ ക്രമേണ അതിന് അടിമപ്പെടുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നത് പ്രധാന കാരണമാകുന്നുണ്ട്. കൊച്ചിയുടെ യുവത്വവും കൗമാരവും ലഹരി വലയത്തിൽ അമരുമ്പോൾ പോലീസ്, എക്സൈസ് വിഭാഗങ്ങൾക്കെതിരെ നിർജീവം എന്ന ആക്ഷേപവും വരുന്നുണ്ട്. ഇതിനകം ലഹരിക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് പശ്ചിമ കൊച്ചിയിൽ ശക്തമായിരുന്ന പോലീസ് നടപടികൾ തുടർന്ന് നിർജീവാവസ്ഥയിലാണെന്നാണ് ആരോപണം.